ഇത്രയും ദിവസം ഞാൻ ഒരടവ് മുടക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോകുന്നത്? നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണത്? ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല, പൈസ തരാതെ. നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാനേ, എല്ലാരും ചോദിക്കാ എന്താ ഈ പെണ്ണ് ഇവിടെ നിൽക്കണേ, എന്താ ഈ പെണ്ണ് ഇവിടെ നിൽക്കണിട്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കണത്. അത് പറ്റില്ല. ഈ വീട്ടിലെ ആൾക്കാരും കുട്ടികളും മക്കളൊക്കെ ഉള്ളതാ. കല്യാണം കഴിക്കാറായ ഒരു പെൺകുട്ടി ഉണ്ട്. അത് ശരി, വിചാരമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ നടക്കുന്നത്. നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇറങ്ങണം. പൈസ തന്നാ തീരും. പൈസ തന്നാ തീരായില്ലല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പൈസ തരാൻ എനിക്കിപ്പോ ഇല്ല. ഞാൻ ഒരടവല്ലേ മുടക്കിയിട്ടുള്ളൂ. അതും ഇന്നലെ അടക്കേണ്ട അടവ് ഒരു ദിവസം ഒന്ന് വായിക്കുമ്പോഴത്തേനും നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണത്? അടിമോളെ എടുക്കണില്ലേ വീഡിയോ? ആയിക്കോട്ടെ, വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. സകല പ്രൂഫ് ഞങ്ങളുടെ ആയിക്കോട്ടെ. ആധാരം തന്നിട്ടില്ലല്ലോ. എന്റെ ആധാരം തന്നിട്ടില്ലല്ലോ. പൈസ വെച്ചിട്ട് പഠിച്ചാൽ മതി. പൈസ വെക്കാൻ ഞാൻ എന്റെ എത്തുന്നില്ല. അത് തന്നെയാണ് ഉത്തരം. ഈ 8 അടവ് ഞാൻ വളരെ നന്നായിട്ട് അടച്ചില്ലേ? ഈ 8 അടവിന് ഓരോ ദിവസം ചോദിക്കണ്ടേ? എന്തിന് ഈ 8 അടവ് നിങ്ങൾ ഓരോ ദിവസം എന്നോട് ഒന്ന് ചോദിച്ചിട്ടല്ല ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന ആ 3 മണി നേരത്തെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ എന്താ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, മൈക്രോ ഫിനാൻസുകാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ളതൊക്കെ. നിങ്ങൾ വേണ്ട, ഞാൻ ഓഫീസിൽ കൊണ്ട് എന്ത് ചെയ്യും? പൈസ എടുക്കുക, ഞങ്ങള് പോവില്ല. പൈസ എന്റെ അടുത്ത് ഇപ്പൊ ഇല്ല, അത്ര തന്നെ. എന്റെ അടുത്ത് ഇല്ല. നിങ്ങൾ അവിടെ നിന്നോളി. ഇവിടെ ഞാൻ പോലീസിനെ വിളിക്കൂട്ടാ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആൾക്കാർ നിൽക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അറിയാലോ. നിങ്ങളുടെ കയ്യില് പോലീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരാണല്ലോ നിങ്ങൾ പോലീസായിട്ട് അടക്കാന്. ഞങ്ങളെ കൊണ്ട് പോലീസിനെ വിളിപ്പിക്കരുത്. എന്റെ നിങ്ങളെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ചാൽ നിങ്ങളൊന്ന് വിളിക്കും. എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ്. ആകെ 800 ഉറുപ്പിയുടെ കേസാ. ഞാനിന്ന് പണിക്ക് പോയിട്ടില്ല. എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കൾക്ക് തന്തല്ല. ഞാൻ പോയിട്ട് വേണം. എന്റെ ചെറിയ കുട്ടിക്ക്, ഈ കുട്ടിക്ക് പനിയായിരുന്നു. അതിനൊന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചുള്ള ടെസ്റ്റ് ഒക്കെ എഴുതി. അതുകൊണ്ട് എന്റെ കയ്യിലെ കാര്യമില്ല. വേണ്ട, ഞാൻ ആകെ 2 അടവല്ലേ ഉള്ളൂ. 2000 ഉറുപ്പിക ഞാൻ അടച്ചിട്ടില്ല അതിന്റെ ഉള്ളിലേക്ക്. നിങ്ങള് 2000 വിളിച്ചാളി. ഇന്ന് പൈസ കിട്ടണം. ഇന്നെ കൊണ്ട് മാർഗമില്ല. നാളെ രാവിലേക്ക് ഞാൻ പണിക്ക് നാളെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോ ഈ പറഞ്ഞ പൈസക്ക് കിട്ടും. ഞങ്ങൾക്ക് എത്തിക്കാം. എനിക്ക് വേണ്ട, നിങ്ങളഞ്ഞ് ലോണും വേണ്ട, ഒന്നും വേണ്ട. 2000 ഉറുപ്പിക ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ബാങ്കിൽ എന്നെ കൊണ്ട്. അതങ്ങനെ നീക്കിക്കാളി. അത് എടുക്കാൻ പറ്റില്ല. അത് ഓൾറെഡി വര വെച്ച സാധനം. എങ്ങനെ വര വെക്കണേ? ഞാൻ തന്നിട്ട് എന്റെ പേരിൽ ഞാൻ ഇട്ടുന്ന പൈസ ഇതിന്റെ അവസ്ഥ എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം വൈകി ഞാൻ ഫൈനായിട്ട് പോവുള്ളൂ. അത് ആയിക്കോട്ടെ, നിങ്ങൾ ഫൈനോ ആ ദിവസത്തെ ഫൈന് മാറ്റിക്കോളി. ബാക്കി ഉണ്ടാവൂല പൈസ. കിട്ടിയേ പറ്റുള്ളൂ. ആ പൈസ എന്നെ കൊണ്ട് തരാൻ നിവർത്തില്ല. നാളെ രാവിലെ നിങ്ങളുടെ ഓഫീസിൽ ഞാൻ കൊണ്ടുവന്ന് അടച്ചേരാന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ ഈ വൈകി 5:30 മണിക്ക് ഞാൻ ആരെടുത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കാനാ? ഇന്ന് പൈസ എന്നെ കൊണ്ട് നിവർത്തില്ല. പിന്നെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മുടങ്ങുമ്പോഴത്തേന് നിങ്ങൾ എന്തതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്? മനുഷ്യന്മാരെ കാണാത്ത പോലെ. ഞങ്ങൾ 10-15 ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പില്. ഞങ്ങൾ ഓരോ മാസം ക്ലിയർ ആയിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ആകെ 2 മാസത്തെ അടവും കൂടി ഉള്ളൂ. ഇല്ലേ നിങ്ങൾ തരണ്ട. നിങ്ങൾ ലോണ് തരണ്ട, ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും നിങ്ങളുടെ ലോണിനാലെ മുടിഞ്ഞു നിൽക്കുകയാണ്. ഈ 15 ആള് പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലല്ലോ. നിങ്ങൾ ഞങ്ങളെ വടക്കോർത്തേക്കല്ലേ വന്നിട്ട് നിങ്ങൾക്ക് മൈക്രോ ഫിനാൻസിൽ അത് വേണോ, ലോണ് വേണോ, പണ്ടം പണയം വെക്കണോ, അങ്ങനെ ചെയ്യണോ, നിങ്ങളല്ലേ വരുന്നത്. ചെയ്തിട്ടില്ലേ? എന്റെ അടുത്തില്ല, മാർഗമില്ല. എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാർഗമില്ല. മോള് ഇവിടെ നിൽക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ പെൺകുട്ടിനെ കെട്ടിക്കാനുള്ളതാ. എന്താ ഇവിടെ ഒരു പ്രശ്നം വെച്ച് നാളെ വന്ന ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് കൊടുക്കും. വരട്ടെ, ആൾക്കാർ അറിയണല്ലോ പൈസ മേടിച്ച് തരാതിരിക്കുന്നത്. ഞാൻ ആർക്കും പൈസ കൊടുക്കല്ലേ. പെണ്ണ ആവശ്യമില്ലാത്ത വർത്താനം എന്റെ കുടുംബത്തൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല എന്റെ സ്വഭാവം മാറും. എന്റെ അടിച്ചതിന്റെ ഇടയിൽ ഇങ്ങനെ നിക്കണത് ഞാൻ വലിയ കാര്യം നോക്കിക്കോ. അത് ശരി, ഞാൻ ആരെ പറ്റിച്ച കേസാ ഈ പറഞ്ഞത്? ഞാൻ എത്ര പൈസ അടച്ച്? ഇപ്പൊ ഈ പറഞ്ഞ 2 മാസത്തല്ല പൈസ അടക്കാൻ എന്റെ അടുത്ത് ഇല്ലാന്ന്. എനിക്ക് മനസ്സൂല്ല തരാന്. അല്ലെ കൊണ്ട് കൂട്ടിയ കൂടെ ഞങ്ങൾ കൂട്ടിയ വിളിച്ചതുകൊണ്ട് കൂട്ടിച്ചാ കൂട്ടില്ല. എന്റെ പെരേടൊന്നും ഇറങ്ങി ഞാൻ അടിച്ച് കെട്ടിയൊന്ന് ഇറങ്ങിയിട്ട് സ്വർണ്ണം പണയം വെച്ചതൊക്കെ നല്ലോണം ഉണ്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ അതിനെ പൈസ കൊടുത്തിട്ട് മേടിക്കാനും അറിയാം. അതിൽ പേടിക്കണ്ട കേട്ടാ. ആ സ്വർണ്ണം കൊണ്ട് പറഞ്ഞേക്കാം. പിന്നെ അതിൽ ഒരു പേടിയില്ല. സ്വർണം പണയം വെച്ചാൽ അത് തിരിച്ചെടുക്കാനും പൈസ തന്നേക്ക്. അല്ലെങ്കിൽ പകരത്തിന് ഗുണ്ടായിസോ അതൊക്കെ എത്ര ഗുണ്ടായിസോ? എന്റെ ഗുണ്ടായിസം കൊണ്ട് അടക്കുക? അടക്കൂല. എന്റെ ഇല്ല. നാളെ
പറ്റില്ല, ഇറങ്ങണം. എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങണം. കാരണം ഇവിടെ ആൾക്കാരെ പൈസ വെക്കാൻ എന്റെ അടുത്തില്ല. ഇനിയിപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്റെ കയ്യിൽ ആ ഫീസ് ഈ ഫീസ് എന്ന് പറഞ്ഞ ഒരു ലോൺ പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ ലോൺ പാസ്സാക്കിയുള്ളത്? നിങ്ങൾ പൈസ ലോൺ തന്നത് എത്ര? 20,000 റുപ്യ. അതിൽ തിരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മേടിച്ചത് 2,000 റുപ്യ. പോരാത്തതിന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വേറെ 2,000. എത്ര പൈസ അതിൽ കിഴിച്ചാളി? സർവീസ് ചാർജ് ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഈ സർവീസ് ചാർജ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര രൂപ എടുക്കുന്നുണ്ട്? ഓരോരുത്തരുടെ അടുത്തുനിന്നും ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അത് അറിഞ്ഞിട്ട് തന്നെ മേടിച്ചത്. ഇല്ലാന്ന് പറഞ്ഞ ഗതികേട് കൊണ്ട് ഞങ്ങളെ പോലുള്ള അരപ്പട്ടിണിക്കാർക്ക് വേറെ ഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. അത് ശരി, നിങ്ങൾ ഒറ്റ ആളെ കാരണല്ലേ അന്നാളെ ആ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തൂങ്ങി മരിച്ചത് അല്ലേ? നിങ്ങൾ മൈക്രോ ഫിനാൻസുകാർ കാരണം തന്നെ ഓരോ കുടുംബത്തെ പ്രശ്നം ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഗതികേടും കൊണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കും. ആഴ്ചക്ക് തിങ്കളടവ്, ചൊവ്വടവ്, വ്യാഴടവ്, ബുധനടവ്, ഓരോ അടവും പിടിച്ചിട്ട് ഞങ്ങൾ ഈ നയിച്ചുണ്ടാക്കുന്നത് മൊത്തം നിങ്ങൾക്ക് തരിക. അത് ഞാൻ മേടിക്കണവരെ ഞാൻ കുറ്റം പറഞ്ഞില്ല, തരുന്ന നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയുള്ളൂ. ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഒരു ഇളവ് തരണ്ട നിങ്ങള് ഇങ്ങനെ കൊള്ള പൈസ. അത് ഫിക്സ്ഡ് എമൗണ്ട് 20 രൂപ അടിച്ചാല് നിങ്ങളടുത്ത് മേടിച്ചാൽ എന്തായാലും ഞങ്ങൾ 27,000 റുപ്യ നിങ്ങൾക്ക് അടക്കണം. അത് ഞങ്ങൾ നാളെ കൊണ്ടുവന്ന് നടക്കുകയാണെങ്കിലും ഒരു മാസം കൊണ്ട് നടക്കുകയാണെങ്കിലും ഈ 7,000 റുപ്യ എന്താണെങ്കിലും ഒന്ന് കടക്കണം. എവിടുത്തെ ബാങ്കിൽ എത്ര കൊള്ളാം? അതൊക്കെ ടെക്നിക്കലി അങ്ങനെയാണ്. നിങ്ങളെ ടെക്നിക്കലി നിങ്ങൾ കാരണം കൊണ്ട് തന്നെ പല വീടുകളും കുടുംബത്തും പ്രശ്നം ഉണ്ടായിട്ടും പല മക്കളും ഇങ്ങനെ ചെയ്യുന്നത്. പൈസ വെച്ചോ ഇതില്ലെങ്കില് എന്റെ ബ്രദർ പോലീസാ. അത് കുഴപ്പമില്ല. നിങ്ങളെ ഞാൻ അഴി എണ്ണിക്കും. ഞങ്ങളുടെ നാട്ടിൽ മന്ത്രി ഉണ്ട്. ഞാൻ ആ അഴി അഴിച്ചോളാം. ഞാൻ ആ അഴി അഴിച്ചോളാം. പൈസ വെച്ചോ അല്ലെങ്കിൽ ഞാൻ വിവരം ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്നത്? എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് ഭീഷണിപ്പെടുത്തണ്ട. ഞാനും കമ്പനി തമ്മിലല്ലേ പ്രശ്നം? നീ ഇടനിലക്കാരിയല്ലേ? വലിയ ഡയലോഗ് അടിക്കല്ലേ? പൈസ തരാൻ മനസ്സില്ല. ഇനിയിപ്പൊ എന്തായാലും തരാൻ മനസ്സില്ല. ഇനി കേസാവണേ കേസാവട്ടെ. ഞാൻ വഴുന്ന വഴിക്ക് നോക്കിക്കോളാം. ഇനിയിപ്പൊ എന്തായാലും നാട്ടിൽ ഇത്ര ആൾക്കാരാ ശാന്തമായിട്ട് നോക്കണതാ, സീനത്താ നോക്കണതാ, എല്ലാരും നോക്കിക്കുന്നത്, രാഘവേട്ടനും എല്ലാ ആൾക്കാരും നോക്കിക്കുന്നത്. ഇനിയിപ്പൊ എന്തെന്നാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു പ്രശ്നമില്ല. പൈസ 800 രൂപയുടെ കേസല്ലേ ഇപ്പൊ? 800 രൂപയുടെ കേസല്ലേ? പൈസ തന്നേ പറ്റുള്ളൂ. ഇതിനുള്ളത് നിങ്ങൾ അനുഭവിക്കും. ഞാൻ അനുഭവിച്ചോളാം. കുട്ടിയെ ഈ എന്റെ പാട്ടേക്ക് പോയിക്കോ. ഞാനല്ല അനുഭവിക്കുന്നത്. ഈ എന്തിനാ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ നോക്കാം? നിൽക്കില്ലാത്ത പേടി എനക്കെന്താ? നിങ്ങൾ പേടിച്ചേ പറ്റുള്ളൂ. ഞാൻ പേടിച്ചോളാം. മര്യാദ പൈസ മര്യാദ കൂടി എന്റെ കുടുംബത്തിൽ എന്റെ അടിച്ച് കയറ്റിയും വെച്ചിട്ട് നീ മര്യാദ പഠിപ്പിക്കല്ലേ? ഒരു 800 രൂപയുടെ കേസ്. അത് ഞാൻ ഒരു ഒറ്റ അടവ് മാത്രം തെറ്റിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നൊന്നല്ല അടവ് വെച്ചിരിക്കുന്ന ആളല്ല. ഈ കണ്ട ദിവസങ്ങൾ മൊത്തം ഞാൻ അടവ് അടിച്ചിട്ടുണ്ട്. ആ ഡയലോഗ് അടിക്കാനും പൈസ വെക്കാതിരിക്കാനും ഡയലോഗ് അടിക്കാതിരിക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോള് ചെല്ലു. പൈസ വെച്ചോ? ഇല്ല, വെക്കാൻ മനസ്സില്ല. ഞാൻ പോലീസ് വിളിച്ചു വരാം. പോലീസ് എത്ര പ്രായമായിട്ടുള്ള എനക്ക്? അതിനേക്കാളും വലിയ പോലീസിനും കോടതിനും കണ്ട ആളാ ഞാന്. ഈ കഴിഞ്ഞ പോലീസിനെ ലോക്കലൊക്കെ ആയിരിക്കും. ഞാൻ ലോക്കൽ തന്നെയാണ്. ഞാൻ എന്റെ